പാലക്കാട്ടെ CPM കോൺഗ്രസ് അവിശുദ്ധ ബന്ധം ഇതാ പുറത്തു വന്നിരിക്കുന്നു. അതിനാലാണ് പാലക്കാട് BJPയും ഇടതുമായി ഒരു നീക്കുപോക്കുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചത്. ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളെ തുടർന്ന് പാലക്കാട് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പാണ് ഇത്തവണത്തെ ഷാഫി പറമ്പലിൻ്റെ വോട്ട് ബാങ്കുകൾ സഹായത്തിന് എത്തില്ലെന്ന്. അതിനാലാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ BJPക്കെതിരെ ഉന്നയിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. പാലക്കാട് BJPയും CPMും തമ്മിൽ ബാന്ധവമുണ്ടെന്നും അവിടെ BJPക്ക് ജയിക്കാൻ അവസരമൊരുക്കുകയാണെന്നുമുള്ള VD സതീശൻ്റെ ആരോപണത്തിന് ചുട്ട മറുപടിയാണ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നൽകുന്നത്. പാലക്കാട് BJP വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പിച്ചു കഴിഞ്ഞതായാണ് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് വോട്ടുകൾ ചോരുമെന്ന ഭയമാണ് ഇപ്പോൾ സതീശനുള്ളത്. കോൺഗ്രസ് പരാജയഭീതിയിൽ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. CPMും BJPയും തമ്മിൽ ചില ഡീലുകൾ യഥാർത്ഥത്തിൽ പാലക്കാട് നടന്നിട്ടുണ്ട്. പാലക്കാട് സീറ്റിലാണ് ആ ഡീൽ നടന്നത്. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ CPM നിർത്തിയത് അതുകൊണ്ടാണ്. അതെന്തായാലും ആ പരിപാടി വിജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് BJPയെ സഹായിച്ചാൽ കേരളത്തിൽ 10 ഇടങ്ങളിൽ BJP CPMനെ സഹായിക്കാമെന്ന സതീശൻ്റെ ആരോപണം പതിവ് പൊള്ളത്തരമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അതേസമയം CPMും കോൺഗ്രസും തമ്മിലുള്ള ഡീലെന്ന് BJP തെളിവ് സഹിതമാണ് ചൂണ്ടിക്കാട്ടുന്നത്. CPM അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ചേരി പക്ഷേ BJPയിലില്ല. BJP അധികാരത്തിൽ വരണമെന്ന ഒരൊറ്റ ചേരി മാത്രമാണ് കേരളത്തിലുള്ളത്. പാലക്കാട്ടെ മറ്റ് സ്ഥാനാർത്ഥികൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്തവരാണ്. അവർ പാലക്കാട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ്. സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ഒരു നിലപാടും പറയാത്തവരാണ് ഈ എതിരാളികൾ എന്നും ശോഭാ സുരേന്ദ്രൻ കളിയാക്കി. എന്തായാലും പാലക്കാട് ഇത്തവണ ജനം വളരെ കൃത്യമായി NDA സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല. പേരിനൊരു സ്ഥാനാർത്ഥി നിർത്താൻ വേണ്ടിയാണ് ഒരു സിനിമാ താരത്തെ തന്നെ കോൺഗ്രസ് പാലക്കാട് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. LDFൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലോ മണ്ഡലത്തിൽ അധികമാർക്കും പരിചിതമല്ലാത്തൊരു പേരും മുഖവും. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറയുന്നത്, ഇത്തവണ പാലക്കാട്ടെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് BJPക്ക് തന്നെയായിരിക്കണം, അത് പാഴാക്കി കളയരുതെന്ന്.